ലോകകപ്പ് ഫൈനൽ കഴിഞ്ഞിട്ട് അധികമായിട്ടില്ല. നമ്മൾ കണ്ടതാണ് അർജൻറ്റീനയും ഫ്രാൻസും കുമ്പുകോർത്ത് ഒരു വൻ മത്സരമാകും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ആ മത്സരം ഒടുവിൽ വളരെ ഏകപക്ഷീയമായി കലാശിക്കുകയും അർജൻറ്റീന എന്ന് പറയുന്ന നിലവിലുള്ള ചാമ്പ്യന്മാർ സ്പെയിനിനോട് പരാജയപ്പെടുകയും ചെയ്യുന്ന കാഴ്ച കണ്ടു. ആ പരാജയം കളിയിൽ സ്വാഭാവികമാണ്. ജയവും പരാജയവും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. അതിലേത് വമ്പൻ ടീമും തോറ്റുപോകും, ഏത് ചെറിയ ടീമും അട്ടിമറിക്കുകയും ചെയ്തേക്കാം. അപ്പോൾ അതൊക്കെ കളിയിൽ സ്വാഭാവികമാണ്. പക്ഷേ ആ കളി തികച്ചും ഏകപക്ഷീയമായി നടന്നു. അർജൻറ്റീനയുടെ മെസ്സി ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് തട്ടാൻ പന്ത് പോലും കിട്ടിയില്ല എന്നൊക്കെ വലിയ തോതിൽ അർജൻറ്റീന ആരാധകരെ കളിയാക്കുന്ന ട്രോളുകളൊക്കെ നമ്മൾ കണ്ടു. അതെന്തിനാണ് ഇപ്പോൾ പറയുന്നത് എന്ന് ചോദിച്ചാൽ, എനിക്ക് ആ ഒരു ഫൈനലുമായി ചേർത്ത് വയ്ക്കാവുന്ന തരത്തിലുള്ള സമാനമായ ചില കാര്യങ്ങൾ സമീപകാലത്തെ കേരള രാഷ്ട്രീയത്തിൽ കണ്ടെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. മൂന്നാം തവണയും അധികാരത്തിലേക്ക് തുടർഭരണവുമായി വരും എന്നൊക്കെ വലിയ തോതിൽ പറഞ്ഞിരുന്ന ഇടതുപക്ഷം ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8 നിലയിൽ പൊട്ടുകയും 100-ലധികം സീറ്റുമായി ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് വരികയും ചെയ്തു എന്ന് പറയുന്നത് ഏതാണ്ട് ആ മത്സര ഗതിയെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ളൊരു ഫലമായിരുന്നു. വീണ്ടും ജയിക്കും, ഞങ്ങൾ തന്നെ തൂക്കും എന്നൊക്കെ അർജൻറ്റീനക്കാർ പറഞ്ഞതുപോലെ LDFകാർ പറഞ്ഞു ഞങ്ങൾ തന്നെ തുടരും എന്ന്. എന്നാൽ കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞു അത് വേണ്ട, ഒന്ന് മാറിയിരിക്കൂ എന്ന്. അത് വല്ലാത്തൊരു പറച്ചിലായിപ്പോയി. ഇത്രമാത്രം സീറ്റ് കിട്ടി അധികാരത്തിൽ വരാൻ കഴിയും എന്ന് UDFലെ തന്നെ പല നേതാക്കളും വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ മുഖ്യമന്ത്രി VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു 100-ലധികം സീറ്റ് കിട്ടുമെന്നൊക്കെ. പലരും വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. അതല്ല വിഷയം. ലോകകപ്പിൻ്റെ ഫൈനൽ കഴിഞ്ഞപ്പോൾ ഫൈനലിൽ തന്നെ വളരെ നെഗറ്റീവായൊരു കളി അർജൻറ്റീന കളിച്ചു. ഒരിക്കൽ പോലും അവരുടെ താരങ്ങളുടെ കഴിവിനെ ഉപയോഗപ്പെടുത്താതെ ഒരു ആക്രമണോത്സുക ഫുട്ബോൾ കളിക്കാതെ തോൽവി ഏറ്റുവാങ്ങുന്ന തരത്തിലേക്ക്, വളരെ നാണം കെട്ട ഒരു തോൽവി ഏറ്റുവാങ്ങുന്ന നിലയിലേക്ക് അവർ പോയി എന്നത് കൂടാതെ കളി കഴിഞ്ഞപ്പോൾ അവർ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരിക്കലും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി പെരുമാറുന്ന ഒരു ടീമിന് ഒരിക്കലും യോജിക്കാത്ത തരത്തിലുള്ള പെരുമാറ്റങ്ങൾ കളി കഴിഞ്ഞിട്ടും അവരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നത് വളരെ അധികം വിമർശിക്കപ്പെട്ട ഒരു വിഷയമാണ്. സമാനമായ ഒരു സാഹചര്യമാണ് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കടന്നു വന്നപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന വിമർശനങ്ങൾ എന്ന് പോലും പറയാൻ കഴിയില്ല, അതിനെ വൃത്തികേട് എന്ന് നമുക്ക് സാമാന്യമായി വിശേഷിപ്പിക്കേണ്ടി വരും. അത്തരത്തിൽ ഒരു ഗവൺമെൻറ് വരുന്നു, ആ ഗവൺമെൻറ്റിന് ഫങ്ഷൻ ചെയ്യാനുള്ള മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴേക്കും ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക്, ഭരണാധികാരികളുടെ നിയന്ത്രണത്തിലേക്ക് വരില്ല എന്ന് ഭരിച്ചവർക്കറിയാം, ഭരണം കണ്ടവർക്കറിയാം, ഇവിടുത്തെ സാമാന്യ ജനങ്ങൾക്കൊക്കെയും അറിയാം. കാരണം ഈ സംവിധാനമെല്ലാം കൈപ്പിടിയില്ല. അതിന് സാധാരണഗതിയിൽ ഒരു ഗവൺമെൻറ്റിന് ഹണിമൂൺ പീരിയഡ്, അത് പണ്ടുകാലം മുതലേ അനുവദിച്ചു പോരുന്നതാണ്. ഒരു ഹണിമൂൺ പീരിയഡ്, ഒരു 6 മാസക്കാലം ആ ഗവൺമെൻറ് സെറ്റായി അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത് വരെ പ്രതിപക്ഷം വളരെ പോസിറ്റീവായി ആ കാര്യത്തെ കാണുകയും വിമർശിക്കാൻ പാടില്ല എന്നല്ല, എങ്കിലും അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു കീഴ്വഴക്കം നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ട്, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന പ്രതിപക്ഷ പ്രവർത്തനം എന്നത് വളരെയധികം രസകരമാണ്. എന്തെങ്കിലും ഒരു വിഷയമുണ്ടാകുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അർദ്ധസത്യങ്ങളും അസത്യങ്ങളും ഉയർന്ന നേതാക്കൾ വരെ, ഇപ്പോൾ ഈ സമീപ ദിവസങ്ങളിൽ നടന്ന വെള്ളപ്പൊക്കം, ആ വെള്ളപ്പൊക്കത്തെ പോലും മുൻ മന്ത്രിമാരുൾപ്പെടെയുള്ളവർ വളരെ ലാഘവ ബുദ്ധിയ കളവ് പോലും പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളിലൂടെയൊക്കെ കടന്നു വരിക എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കളി കഴിഞ്ഞിട്ടും അർജൻറ്റീനൻ താരങ്ങൾ കാണിച്ച അമാന്യമായ പ്രവർത്തനവുമായി ചേർത്ത് വയ്ക്കാവുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ എടുത്തു നോക്കൂ. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം, ഞാൻ പത്രസമ്മേളനങ്ങളെ താരതമ്യം ചെയ്യുകയല്ല, 1 മണിക്കൂർ പത്രസമ്മേളനം നടത്തുന്ന ശ്രീ പിണറായി വിജയൻ, അന്നത്തെ മുഖ്യമന്ത്രി, അദ്ദേഹം ഏതാണ്ട് 50 മിനിറ്റ് അദ്ദേഹം കൊണ്ടുവന്ന് എഴുതി തയ്യാറാക്കി കൊണ്ടുവന്നത് നോക്കി ഓരോ വാക്കും പെറുക്കി പറയുകയും
അതിനുശേഷം 10 മിനിറ്റിൽ 3 ചോദ്യം ദേശാഭിമാനിക്കും 2 ചോദ്യം കൈരളിക്കും അനുവദിച്ച് ബാക്കിയുള്ള പത്രക്കാർക്കൊന്നും ചോദിക്കാൻ അവസരം കൊടുക്കാതെ അദ്ദേഹം 1 മണിക്കൂറായി എന്ന് വാച്ചിൽ നോക്കി പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിരുന്നത്. കോവിഡിൻ്റെ കാലത്ത് അതുപോലെ തന്നെ ഉള്ള സന്ദർഭങ്ങളിലാണ് മുഖ്യമന്ത്രി പത്രക്കാരെ വന്ന് കണ്ട് ഇത്തരത്തിൽ ദിവസേന 1 മണിക്കൂർ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് TV ചാനലുകളിൽ നടത്തിയിരുന്നത്. പക്ഷേ മന്ത്രിസഭാ യോഗം കഴിഞ്ഞുള്ള ബ്രീഫിംഗ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത വി ഡി സതീശൻ ആ മന്ത്രിസഭാ യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ വളരെ ക്ലാരിറ്റിയോടുകൂടി ജനങ്ങളുടെ മുമ്പാകെ വളരെ കൊച്ചു കൊച്ചു വാക്കുകളിൽ കൊച്ചു കൊച്ചു സെൻറ്റൻസസിൽ അദ്ദേഹം അവതരിപ്പിക്കുകയും വളരെ വ്യക്തമായി അത് അവതരിപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ച കാണുന്നു. പിന്നീട് കാണുന്നത് എന്താണ്? പത്രസമ്മേളനത്തിൽ പിന്നെ അദ്ദേഹം പലപ്പോഴും തൻ്റെ വലങ്കൈ ഉയർത്തിക്കൊണ്ട് പറയാം, താങ്കൾ പലവട്ടം ചോദിച്ചല്ലോ എന്ന് ആവർത്തിച്ച് പറയുന്ന അവസ്ഥയുണ്ട്. ദേശാഭിമാനിയുടെയും കൈരളിയുടെയും ലേഖകർ ആ ഭാഗത്താണ് ഇരിക്കുന്നതെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. അവരിങ്ങനെ അദ്ദേഹം സംസാരിക്കുന്നതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് കേൾക്കാൻ പോലും കഴിയാത്ത തരത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഈ പ്രചരിപ്പിക്കുന്ന സാധനങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ മുമ്പാകെ വന്ന് പത്രസമ്മേളനം അലങ്കോലപ്പെടുത്തുന്ന നിലയിലേക്കാണ് പോകുന്നത്. പക്ഷേ അതൊന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശനെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ നടന്ന ഇന്നും നടന്ന പത്രസമ്മേളനം കൂടി കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഒരാഴ്ച ക്യാബിനറ്റ് യോഗം ചേരുന്നത് വരെയുള്ള ഒരാഴ്ച സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പൊലിപ്പിച്ചെടുത്ത കാര്യങ്ങൾ ആ ഒരൊറ്റ പത്രസമ്മേളനം കഴിയുമ്പോഴേക്കും ചീറ്റിപ്പോകുന്നതാണ് ഇതുവരെയുള്ള അനുഭവം, ഇന്നത്തേതുൾപ്പെടെ. അപ്പം ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കാൻ ഒരാഴ്ച മാത്രമാണ് ഇവരുടെ ആരോപണത്തിന് ആയുസ്സുണ്ടാകുന്നത് എന്നതാണ്. അങ്ങനെ തുടർച്ചയായി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇടതുപക്ഷ സഹയാത്രികരെ, നിങ്ങൾ ഇങ്ങനെ തുടർച്ചയായി പരാജയപ്പെട്ടാൽ, നിങ്ങൾ നടത്തുന്നതെല്ലാം കള്ളപ്രചാരണമാണ് അല്ലെങ്കിൽ വസ്തുതാവിരുദ്ധമാണ്, അർദ്ധസത്യങ്ങളും അസത്യങ്ങളും നിറഞ്ഞതാണ് നിങ്ങളുടെ പോസ്റ്റിങ്സ് എന്നുള്ള നിലയിൽ സാമൂഹ്യ മാധ്യമങ്ങൾ ഫോളോ ചെയ്യുന്നവർ വിലയിരുത്താൻ തുടങ്ങിയാൽ പിന്നീട് എന്താണ് സംഭവിക്കുക എന്നറിയോ? നിങ്ങളിടുന്ന ഒരു പോസ്റ്റിനും വിശ്വാസ്യതയില്ല എന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ ഫോളോ ചെയ്യുന്നവർ വിലയിരുത്തും, അവർ അടിയിൽ വരയ്ക്കും. അങ്ങനെ വന്നാൽ നിങ്ങൾ നടത്തുന്ന അധ്വാനമെല്ലാം പാഴായി പോകുന്ന സാഹചര്യത്തിലേക്ക് പോകും എന്ന് മാത്രമല്ല, തീർത്തും വിപരീതമായ ഒരു അഭിപ്രായം നിങ്ങളുടെ പോസ്റ്റുകൾ ഉണ്ടാക്കും എന്നുകൂടി ഓർത്തിരിക്കുന്നത് നന്ന്.